രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഇന്ന് 55-ാമത്തെ ദശകം നോക്കാം. കാളിയമർദ്ദനം. ഒന്നാമത്തെ ശ്ലോകം. അഥവാരിണി ഘോരതരം ഭണിനം പ്രതിവാരയിതും കൃതധീർഭഗവൻ ദ്രുതമാരിധതീരഗനീഭതരും വിഷമാരുതശോഷിതപർണചയം. പദമുറിച്ച് പറയാം. അഥ വാരിണി ഘോരതരം ഭണിനം പ്രതിവാരയിതും കൃതധീഹി ഭഗവൻ ദ്രുതം ആരിധ തീരക നീപ തരും വിഷമാരുത ശോഷിത പർണചയം. ഭഗവൻ അഥ ഭഗവാനെ അനന്തരം ത്വം അവിടുന്ന് വാരിണി ഘോരതരം കാളിന്തി ജലത്തിൽ താമസിക്കുന്ന ഘോരതരം ഭണിനം അതിഭയങ്കരനായ കാളിയനെ പ്രതിവാരയിതും കൃതധീഹി അവിടെ നിന്ന് പറഞ്ഞയക്കുവാൻ നിശ്ചയിച്ചിട്ട് വിഷമാരുത ശോഷിത പർണചയം വിഷക്കാറ്റേറ്റിട്ട് ഇലകളെല്ലാം ഉണങ്ങിക്കരിഞ്ഞ് ആ കരയിൽ നിൽക്കുന്ന തീരക നീപ തരും കരയിൽ നിൽക്കുന്ന കടമ്പു മരത്തിൻ്റെ അടുക്കലേക്ക് ദ്രുതം ആരിത പെട്ടെന്ന് ചെന്നു. ഇവിടെ മരിച്ചുപോയ ഗോപബാലന്മാരെയും പശുക്കളെയും ഒക്കെ ജീവിപ്പിച്ചതിന് ശേഷം ഭഗവാൻ കാളിന്തിയിൽ വസിക്കുന്ന ഭയങ്കരനായ ആ സർപ്പത്തെ അവിടെ നിന്നും പറഞ്ഞയക്കാൻ നിശ്ചയിച്ചിട്ട് അവിടെ ആ വിഷക്കാറ്റ് ഏറ്റിട്ട് ഇലകളെല്ലാം ഉണങ്ങിക്കരിഞ്ഞ കാളിന്തിയുടെ കരയിൽ അങ്ങനെ നിൽക്കുന്ന കടമ്പു മരത്തിൻ്റെ അടുത്തേക്ക് ദ്രുതം ആരിത പെട്ടെന്ന് ചെന്നു. രണ്ടാമത്തെ ശ്ലോകം. അതിരുഹ്യ പദാംബുരുഹേണ ച തം നവപല്ലവതുല്യമനോജ്ഞരുച ഹൃദവാരിണി ദൂരതരം ന്യബദ പരിഘൂർണിതഘോരതരംഗഗണേ. പദമുറിച്ച് പറയാം. അധിരുഹ്യ പദാംബുരുഹേണ ച തം നവപല്ലവ തുല്യ മനോജ്ഞ രുച ഹൃദവാരിണി ദൂരതരം ന്യബദ പരിഘൂർണിത ഘോര തരംഗഗണേ. നവപല്ലവ തുല്യ മനോജ്ഞ രുച പുതിയ തളിരുകൾക്ക് തുല്യമായ മനോഹര കാന്തിയുള്ള പദാംബുരുഹേണ പാദാരവിന്ദങ്ങൾ കൊണ്ട് തം അതിരുഹ്യ ആ കടമ്പ് വൃക്ഷത്തിൽ കയറിയിട്ട് പരിഘൂർണിത ഘോര തരംഗഗണേ വലിയ തിരമാലകൾ ഇളകിമറിയുന്ന ഹൃദവാരിണി ആ ആഴമുള്ള ആ ജലത്തിലേക്ക് ദൂരതരം ന്യബദഹ കുതിച്ച് ചാടുകയും ചെയ്തു. ഇവിടെ പുതിയ തളിരിന് തുല്യമായ മനോഹരമായ കാന്തിയോടുകൂടിയ തൃപ്പാദങ്ങൾ കൊണ്ട് ഭഗവാൻ ആ കടമ്പ് വൃക്ഷത്തിൽ കയറിയിട്ട് പരിഘൂർണിത ഘോര തരംഗഗണെ ഹൃദവാരിണി ഇളകിമറിയുന്ന തിരമാലകളോടുകൂടിയ കാളിന്തി നദിയുടെ ആഴത്തിലേക്ക് കുതിച്ചു ചാടി. ഇവിടെ കാളിയൻ്റെ ഉഗ്രവിഷക്കാറ്റേറ്റിട്ട് കാളിന്തി തീരത്തുള്ള കദംബവൃക്ഷം മാത്രം ഇലകളെല്ലാം കരിഞ്ഞു പോയിട്ടും മരം ഉണങ്ങിയില്ല എന്നാണ്. ബാക്കിയെല്ലാം കരിഞ്ഞുണങ്ങിപ്പോയി. അപ്പോൾ ആ കദംബവൃക്ഷം മാത്രം അവിടെ ബാക്കി അവിടെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാരണം ആ കദംബ വൃക്ഷം കരിഞ്ഞു പോവാത്തതിൻ്റെ കാരണം ഇവിടെ പറയണത് പണ്ട് ഗരുഡൻ അമ്മയായ വിനതയുടെ ദാസ്യം തീർക്കാൻ സ്വർഗത്തിൽ നിന്ന് അമൃത കലശം കൊണ്ടുവരുന്ന സമയത്ത് ആ കലശം തുളുമ്പിയിട്ട് അതിൽ നിന്നൊരു 3-4 തുള്ളി അമൃത് ആ കടമ്പ് വൃക്ഷത്തിൽ വീണുവെന്നും അതുകൊണ്ട് ആ വൃക്ഷം മാത്രം ഉണങ്ങിപ്പോകാതെ നിന്നത് എന്നും പറയുന്നു.
മൂന്നാമത്തെ ശ്ലോകം. ഭുവനത്രയഭാരഭൃതോ ഭവതോ ഗുരുഭാരവികമ്പി വിജൃംഭിജലാം പരിമജ്ജയതി സ്മ ധനുശതകം തടിനീ ഛടിതി സ്ഫുടഘോഷവതി. പദം മുറിച്ച് പറയാം. ഭുവനത്രയ ഭാരഭൃതഃ ഭവതഃ ഗുരുഭാര വികമ്പി വിജൃംഭി ജല പരിമജ്ജയതി സ്മ ധനുശതകം തടിനി ഝടിതി സ്ഫുടഘോഷവതി. ഭുവനത്രയ ഭാരഭൃതഃ ഭവതഃ, 3 ലോകങ്ങളുടെ ഭാരം വഹിക്കുന്ന അഭവതഃ അവിടുത്തെ ഗുരുഭാര വികമ്പി വിജൃംഭി ജലാം, കനത്ത ഭാരത്താലെ വെള്ളമാകെ ഇളകി മറിഞ്ഞ് പൊങ്ങി വന്നിട്ട് തടിനി ആ കാളിന്തി നദി സ്ഫുടഘോഷവതി ഝടിതി വലിയ ശബ്ദത്തോടു കൂടിയിട്ട് ഝടിതി പെട്ടെന്ന് ധനുശതകം 100 വിൽപ്പാട് ദൂരം പരിമജ്ജയതി സ്മ വെള്ളത്തിൽ കരയെ വെള്ളത്തിൽ മുക്കി. അപ്പോൾ ഇവിടെ 3 ലോകങ്ങളുടെയും ഭാരം വഹിച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ കാളിന്തിയിൽ ചെന്ന് വീണപ്പോൾ ആ ഭഗവാന്റെ കനത്ത ഭാരം കൊണ്ട് കാളിന്തി നദിയിലെ ജലമെല്ലാം ഇളകി മറിഞ്ഞ് 100 വിൽപ്പാട് ദൂരെ കരയിലേക്ക് തള്ളിക്കയറിയിട്ട് ആ ഭൂപ്രദേശം മുഴുവനും വെള്ളത്തിൽ അങ്ങനെ മുങ്ങി. ഇനി 4ാമത്തെ ശ്ലോകം. അഥ ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിതഭ്രമിതോദരവാരി നിനാദഭരൈ ഉദഗാദുദഗാദുരഗാധിപതിസ്തുതുബാന്ധമശാന്ത രുഷാന്ധമന. പദമുറിച്ച് പറയാം. അഥ ദിക്ഷു വിദിക്ഷു പരിക്ഷുഭിത ഭ്രമിത ഉദര വാരി നിനാദ ഭരൈഹി ഉദഗാത് ഉരഗ അധിപതി ത്വത് ഉപാന്തം അശാന്ത രുഷ അന്ധ മനാഹ. അഥ ദിക്ഷു വിദിക്ഷു അനന്തരം ദിക്കുകളിലും വിദിക്കുകളിലും പരിക്ഷുഭിത ഭ്രമിത ഉദര വാരി നിനാദ ഭരൈഹി ഉള്ളാകെ കലക്കി, ആ ജലത്തിൻ്റെ ഉള്ളു മുഴുവൻ കലങ്ങി ആ കലക്കി ഇളക്കി മറിച്ച ആ വെള്ളത്തിൻ്റെ നിനാദഭരൈഹി ആ ഭയങ്കര ശബ്ദം കേട്ടിട്ട് അശാന്തരുഷ അന്ധമന ഉരഗാധിപതി അടങ്ങാത്ത കോപം കൊണ്ട് വിവേകം നശിച്ച ഉരഗാധിപതി കാളിയൻ ഉദഗാത് ത്വത് ഉപാന്തം ഉദഗാത് വെള്ളത്തിൽ നിന്ന് ഭഗവാനെ അങ്ങയുടെ അടുക്കലേക്ക് ത്വത് ഉപാന്തം അങ്ങയുടെ അടുത്തേക്ക് ഉദഗാത് ഉയർന്നു വന്നു പൊന്തി വന്നു. ഇപ്പോൾ വെള്ളം കയറിയിട്ട് ആ ഭൂപ്രദേശം മുഴുവൻ വെള്ളത്തിലായ അങ്ങനെ വെള്ളത്തിൽ മുങ്ങിയ സമയത്ത് പിന്നീട് സമുദ്രത്തെ ഇളക്കി മറിച്ച് നാനാദിക്കിലും ചെന്നെത്തിയ കലങ്ങി മറിഞ്ഞ വെള്ളത്തിൻ്റെ അതിഭയങ്കരമായ ശബ്ദം കേട്ടിട്ട് കാളിയൻ കോപിച്ചുകൊണ്ട് ആ ജലക്ഷോഭത്തിൻ്റെ കാരണക്കാരനായ ഭഗവാന്റെ നേർക്ക് യാതൊരു വീണ്ടുവിചാരവും കൂടാതെ പാഞ്ഞടുത്തു. അടുത്തത് 5ാമത്തെ ശ്ലോകം. ഭണശൃംഗസഹസ്രവിനിസൃമര ജ്വലദഗ്നികണോഗ്രവിഷാംബുധരം പുരതഃ പണിനം സമലോകയഥ ബഹുശൃംഗിണമഞ്ജനശൈലമിവ. പദം മുറിച്ച് പറയാം. ഭണശൃംഗ സഹസ്ര വിനിസൃമര ജ്വലത് അഗ്നി കണ ഉഗ്ര വിഷ അംബുധരം ഫണിനം. 1000 പടങ്ങളിൽ നിന്നും കൊടും തീപ്പൊരി ചിതറുന്ന വിഷജലം തുപ്പുന്ന കാളിയനെ വിഷാംബുധരം ഫണിനം വിഷജലം തുപ്പുന്ന കാളിയനെ ബഹുശൃംഗിണം അഞ്ജനശൈലം ഇവ അനേകം കൊടുമുടികളുള്ള അഞ്ജനപർവ്വതത്തെ എന്ന പോലെ പുരതഃ സമലോകയത മുന്നിൽ ഭഗവാൻ കണ്ടു. ഭഗവാന്റെ മുമ്പിൽ അഞ്ജന പർവ്വതം പോലെ നിൽക്കുന്ന ആ അനേകം ശൃംഗങ്ങളുള്ള കൊടുമുടികളുള്ള അഞ്ജനപർവ്വതത്തെ പോലെ ഭഗവാൻ കണ്ടു എന്ന് പറയുകയാണ്.
അപ്പോൾ 1000 പടമുള്ള കറുത്ത മഹാസർപ്പമാണ് കാളിയൻ. അപ്പം 1000 പത്തികളിൽ നിന്ന് കൊടും തീപ്പൊരി ചിതറുന്ന വിഷജലം തുപ്പുന്ന ആ കാളിയനെ ബഹുശൃംഗിണം അഞ്ജനശൈലം ഇവ അനവധി കൊടുമുടികളുള്ള അഞ്ജനപർവ്വതത്തെ കാണുന്നത് പോലെ ഭഗവാൻ മുന്നിൽ കണ്ടു. 6-ാമത്തെ ശ്ലോകം. ജ്വലദക്ഷി പരീക്ഷരദുഗ്രവിശ്വസനോഷ്മഭര സമഹാഭുജക പരിദശ്യ ഭവന്തമനന്തബലം സമവേഷ്ടയതസ്ഫുടചേഷ്ടമഹോ. പദം മുറിച്ച് പറയാം. ജ്വലത് അക്ഷി പരീക്ഷരത് ഉഗ്രവിഷ ശ്വസന ഊഷ്മഭര സ മഹാഭുജക പരിദശ്യ ഭവന്തം അനന്തബലം സമവേഷ്ടയത് അസ്ഫുടചേഷ്ടം അഹോ. പരീക്ഷരത് ഉഗ്രവിഷ ശ്വസന ഊഷ്മഭരഃ സ മഹാഭുജകഃ. ഭയങ്കരമായ വിഷച്ചൂടുകാറ്റ് തുപ്പിക്കൊണ്ടിരിക്കുന്ന ആ കൊടും പാമ്പായ കാളിയൻ ജ്വലദക്ഷി അനന്തബലം ഭവന്തം പരിദശ്യ കത്തിജ്വലിക്കുന്ന കണ്ണുകളുമായി അസാമാന്യ ശക്തിയുള്ള ഭഗവാനെ ആ കാളിയൻ കത്തിജ്വലിക്കുന്ന കണ്ണുകളുമായിട്ട് ആ കാളിയൻ അസാമാന്യ ശക്തിയുള്ള ഭഗവാനെ എമ്പാടും കൊത്തിയിട്ട് ആ ശരീരം മുഴുവൻ കൊത്തിയിട്ട് അസ്ഫുടചേഷ്ടം സമവേഷ്ടയത് അസ്ഫുടചേഷ്ടം സമവേഷ്ടയത് അവിടുത്തെ ചലനങ്ങൾ കാണാൻ കഴിയാത്ത വിധത്തിൽ ശരീരത്തിലാകെ ചുറ്റിവരിഞ്ഞു. അഹോ കഷ്ടം. ഇവിടെ അതിഭയങ്കരമായ വിഷക്കാറ്റ് തുപ്പിക്കൊണ്ടിരിക്കുന്ന ആ കാളിയൻ കത്തിജ്വലിക്കുന്ന കണ്ണുകളുമായിട്ട് അസാമാന്യ ശക്തിയുള്ള ഭഗവാനെ ദേഹം മുഴുവൻ കൊത്തിയിട്ട് അസ്ഫുടചേഷ്ടം സമവേഷ്ടയത് അങ്ങയുടെ അപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയാത്ത വിധത്തിൽ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധത്തിൽ അങ്ങയുടെ ശരീരത്തിലാകെ വലിഞ്ഞ് മുറുക്കി. അടുത്തത് 7-ാമത്തെ ശ്ലോകം. അവിലോക്യ ഭവന്തമധാകുലിതേ തടഗാമിനി ബാലഗധേനുഗണേ വ്രജഗേഹതലേപ്യനിമിത്തശതം സമുദീക്ഷ്യ ഗദായമുനാം പശുപാഹ്. പദം മുറിച്ച് പറയാം. അവിലോക്യ ഭവന്തം അധ ആകുലിതേ തടഗാമിനി ബാലകധേനുഗണേ വ്രജഗേഹതലേ അഭി അനിമിത്തശതം സമുദീക്ഷ്യ ഗദാ യമുനാം പശുപാഹ. അധ ഭവന്തം അവിലോക്യ അനന്തരം അവിടുത്തെ കാണാഞ്ഞിട്ട് തടഗാമിനി ബാലക ധേനുഗണേ കരയിൽ നിൽക്കുന്ന ഗോപബാലന്മാരും പശുക്കളും ആകുലിതേ ആകുലരായിട്ട് ദുഃഖിച്ചിട്ട് വ്രജഗേഹതലേ അഭി അങ്ങനെ നിൽക്കുമ്പോൾ പശുക്കളും അങ്ങനെ ആ ഗോപബാലന്മാരും പശുക്കളും ഒക്കെ അങ്ങനെ ദുഃഖിച്ച് നിൽക്കുമ്പോൾ വ്രജഗേഹതലേ അഭി അമ്പാടിയിലെ ഗൃഹങ്ങളിലും അനിമിത്തശതം സമുദീക്ഷ്യ പല പല ദുർനിമിത്തങ്ങളും കണ്ടിട്ട് പശുപാഹ യമുന ഗദാഹ നന്ദാദി ഗോപന്മാർ കാളിന്തി തീരത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ അനന്തരം ഗുരുവായൂരപ്പ അങ്ങയെ കാണാതായിട്ട് മേൽപ്പത്തൂർ പറയുകയാണ്, ഗുരുവായൂരപ്പ അങ്ങയെ കാണാതായിട്ട് ഗോപബാലന്മാരും പശുക്കളും അതുപോലെ ആ കരയിൽ അങ്ങനെ ദുഃഖിച്ച് നിൽക്കുമ്പോൾ അവരൊക്കെ ആ കരയിൽ അങ്ങനെ ദുഃഖിച്ച് നിൽക്കുമ്പോൾ അമ്പാടിയിലെ ഓരോ ഗൃഹത്തിലും ചില ദുർനിമിത്തങ്ങളൊക്കെ കാണാൻ തുടങ്ങി എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്ദൻ മുതലായ ഗോപന്മാർ പെട്ടെന്ന് തന്നെ കാളിന്തി തീരത്തിൽ എത്തി. ഇനി 8-ാമത്തെ ശ്ലോകം. അഖിലേഷു വിഭോ ഭവദീയദശാമവലോക്യ ജിഹാസുഷു ജീവഭരം
ഫണിബന്ധനമാശു വിമുച്യ ജവാത് ഉദഗമ്യദഹാസജുഷാ ഭവതാ. പദം മുറിച്ച് പറയാം. അഖിലേഷു വിഭോ ഭവദീയ ദശാം അവലോക്യ ജിഹാസുഷു ജീവഭരം ഫണിബന്ധനം ആശു വിമുച്യ ജവാത് ഉദഗമ്യത ഹാസജുഷാ ഭവതാ. വിഭോ ഗുരുവായൂരപ്പ, സർവശക്തനായ ഭഗവാനെ, അഖിലേഷു ഭവദീയ ദശാം അവലോക്യ, അവരെല്ലാവരും അവിടുത്തെ അങ്ങയുടെ ആ അവസ്ഥ കണ്ടിട്ട്, ഭവദീയ ദശാം അവലോക്യ, അങ്ങയുടെ അവസ്ഥയെ കണ്ടിട്ട്, ജീവഭരം ജിഹാസുഷു ആശു, ജീവനെ കളയാനൊരുങ്ങിയപ്പോൾ ആശു ഭവത, വേഗത്തിൽ അവിടുന്ന് ഫണിബന്ധനം വിമുച്യ, സർപ്പം കെട്ടിവരിഞ്ഞത് വേർപ്പെടുത്തിയിട്ട്, ഹാസജുഷ പുഞ്ചിരിച്ചുകൊണ്ട്, ജവാത് ഉദഗമ്യത പെട്ടെന്ന് പൊടുന്നനെ മുകളിലേക്ക് ഉയർന്നു വന്നു. അപ്പോൾ പിന്നീട് ഗുരുവായൂരപ്പ അങ്ങയെ കാണാൻ കഴിയാതായപ്പോൾ അങ്ങയുടെ ആ അവസ്ഥ മേൽപ്പത്തൂര് പറയാണ്, ഭഗവാനെ അങ്ങയുടെ ആ അവസ്ഥ കണ്ടിട്ട് സകല ഗോപീഗോപന്മാരും ഇനി ജീവിക്കണ്ട എന്ന് നിശ്ചയിച്ചിട്ട് ജീവൻ തന്നെ ത്യജിക്കാൻ ഒരുങ്ങിയപ്പോൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് സർപ്പത്തിൻ്റെ കെട്ടെല്ലാം നിസ്സാരമായി വേർപ്പെടുത്തിയിട്ട് ഹാസജുഷ ജവാത് ഉദഗമ്യത, പുഞ്ചിരിച്ചുകൊണ്ട് പെട്ടെന്ന് കാളിന്തിയിൽ നിന്ന് ഉയർന്നു വന്നു. കൃഷ്ണപ്രാണ നിർവിശദോ നന്ദാദീൻ വീക്ഷതം ഹൃദം പ്രത്യഷേധ സ ഭഗവാൻ രാമ കൃഷ്ണാനുഭാവവിത്. ഭാഗവതം. നന്ദനും മറ്റു ഗോപന്മാരുമൊക്കെ കൃഷ്ണനെ കാണാത്തത് കൊണ്ട് ദുഃഖിച്ച് കാളിന്തിയിലേക്ക് ചാടാൻ തുടങ്ങിയപ്പോൾ ഭഗവാന്റെ മഹത്വത്തെക്കുറിച്ച് വൈഭവത്തെക്കുറിച്ച് നല്ലതുപോലെ അറിയാമായിരുന്ന ബലരാമൻ അതിൽ നിന്ന് അവരെ തടഞ്ഞു എന്ന് ഭാഗവതം. ഇനി 9ാമത്തെ ശ്ലോകം. അതിരുഹ്യ തതഃ ഫണിരാജഭണാൻ നനൃതേ ഭവതാ മൃദുപാദരുചാ കളസിഞ്ചിതനൂപുരമഞ്ജുമിളത് കരകങ്കണസങ്കുലസങ്ക്വണിതം. പദമുറിച്ച് പറയാം. അധിരുഹ്യ തതഃ ഫണിരാജഭണാൻ നനൃതേ ഭവതാ മൃദുപാദരുചാ കളസിഞ്ചിത നൂപുര മഞ്ജുമിളത് കര കങ്കണ സങ്കുല സങ്ക്വണിതം. തതഃ ഫണിരാജഭണാൻ അധിരുഹ്യ, അനന്തരം കാളിയൻ്റെ ആ ഭണങ്ങളിൽ കയറിയിട്ട്, അധിരുഹ്യ കയറിയിട്ട്, മൃദുപാദരുച ഭവത, കോമളമായ അങ്ങനെ ആ മൃദുപാദരുച മൃദുവായ ആ പാദങ്ങളുടെ ശോഭ, രുചി ശോഭ, ആ ശോഭ എന്ന് പറയുമ്പോൾ കോമളമായ കാന്തിയോടുകൂടിയ തൃക്കാലുകളോടുകൂടിയ അവിടുന്ന് കളസിഞ്ചിത നൂപുര മഞ്ജു മിളത്, മധുരമായി കിലുങ്ങുന്ന കാൽച്ചിലമ്പുകളുടെയും മനോഹരമായിട്ട് കരകങ്കണ സങ്കുല സങ്ക്വണിതം, മനോഹരമായി താളം പിടിക്കുന്ന കൈകളിലെ വളകളുടെയും സമ്മിശ്രനാദത്തോടു കൂടുംവണ്ണം നനൃതേ നൃത്തം ചെയ്തു. അനന്തരം കാളിയൻ്റെ പണങ്ങളിൽ കയറിയിട്ട് മൃദുവായ തൃപ്പാദങ്ങളോടുകൂടിയ ഗുരുവായൂരപ്പ അവിടുന്ന് നൃത്തം വയ്ക്കുമ്പോൾ കാൽച്ചിലമ്പുകൾ മധുരമായിട്ട് കിലുങ്ങുന്നുണ്ട്. കൈകളെ കൊണ്ട് താളം പിടിക്കുമ്പോൾ വളകൾ കൂട്ടിമുട്ടി ശബ്ദമുണ്ടാകുന്നുണ്ട്. ഇലത്താളത്തിൻ്റെയും ചേങ്ങലയുടെയും ശബ്ദങ്ങൾ കൂടിക്കലരുന്നത് പോലെ അങ്ങയുടെ കാൽച്ചിലമ്പുകളുടെ കിലുക്കവും കൂടിക്കലരുന്നുണ്ട്. അങ്ങനെ കാൽച്ചിലമ്പുകളുടെയും കൈവളകളുടെയും ഒക്കെ അങ്ങനെ എല്ലാം കൂടിക്കലർന്ന ഒരു നാദത്തോടു കൂടിയിട്ട് ആ കാളിയനിൽ അങ്ങ് നൃത്തം ചെയ്തു. ഇനി 10ാമത്തെ ശ്ലോകം.
ജഹൃഷു പശുഭാസ്തു ദുഷുർമുനയോ വവൃഷു കുസുമാനി സുരേന്ദ്രഗണാം ത്വയി നൃത്യതി മാരുതഗേഹപദേ പരിപാഹി സമാം ത്വമദാന്തഗദാത്. പദം കുറിച്ച് പറയാം. ജഹൃഷുഹു പശുഭാഹ തുദുഷുഹു മുനയഃ വവൃഷു കുസുമാനി സുരേന്ദ്രഗണാഃ ത്വയി നൃത്യതി മാരുതഗേഹപദേ പരിപാഹി സ മാം ത്വം അദാന്തഗദാത്. അദാന്തഗദാത്. മാരുതഗേഹപദേ ഗുരുവായൂരപ്പ ത്വയി നൃത്യതി അവിടുന്ന് നൃത്തം തുടങ്ങിയപ്പോൾ പശുപാഹ ജഹൃഷു ഗോപന്മാരെ ആനന്ദിച്ചു. മുനയഃ തുദുഷുഹു മഹർഷിമാർ സന്തോഷിച്ചു. സുരേന്ദ്രഗണാഹ കുസുമാനി വവൃഷുഹു ദേവന്മാരെ പുഷ്പവൃഷ്ടി നടത്തി. സഹ ത്വം അങ്ങനെയുള്ള അവിടുന്ന് മാം അദാന്തഗദാത് എന്നെ ശമിക്കാത്ത ഈ രോഗത്തിൽ നിന്ന് പരിപാഹി കാത്തുരക്ഷിക്കണേ. ഇപ്പം ഇവിടെ മേൽപ്പത്തൂർ പറയാണ്, ഭഗവാനെ അവിടുന്ന് നൃത്തം തുടങ്ങിയപ്പോൾ ഗോപന്മാരെ ആനന്ദിച്ചു, മഹർഷിമാർ സന്തോഷിച്ചു, ദേവന്മാർ പുഷ്പവൃഷ്ടി നടത്തി. അപ്പോൾ ഭഗവാനെ വിട്ടുമാറാത്ത ഈ രോഗത്തിൽ നിന്ന് എന്നെ കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മേൽപ്പത്തൂർ 55-ാമത്തെ ദശകം സമർപ്പിക്കുന്നു. ഹരേ കൃഷ്ണ.